എക്സ്പ്ലോർ ടൈംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തേക്കടി മൺസൂൺ റിട്രീറ്റ്സ് എക്കോസ്റ്റേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്ന് അല്ലെങ്കിൽ കാടിൽ അലിഞ്ഞ് ജീവിക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ട് നമുക്ക് സ്യൂട്ടബിളായിട്ട് വരിക നമ്മൾ ഫാമിലി ആയിട്ടും അതേപോലെ നമുക്ക് ഒരു വർക്ക് ഫ്രം ഹോം കൺസെപ്റ്റിൽ നമുക്കിപ്പോൾ റെസ്റ്റ് ചെയ്തിരിക്കാൻ പാകത്തിനുള്ള ഒരു റിലാക്സ് ചെയ്ത് അതേപോലെ ഇരിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണത്. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ലിവിങ് എർത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുന്നതിനൊക്കെ നല്ലത് ഇതിൻ്റെ ഓണറും ഇതിൻ്റെ നടത്തിപ്പുകാരനുമാണ്. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് നമുക്ക് ചോദിക്കാം. So, welcome to our jungle. Myself Subish. I'm basically a wildlife enthusiast, born and brought up here itself. So, please come. So here we are doing a conservation-oriented tourism because here we are using tourism as a tool for conservation. If you are looking at the property, all the properties are 10 to 15 feet above the ground. Not even a single cent of land has been wasted in the name of tourism. Those people who want to do agriculture, they can do the agriculture below the cottage. So it's same with the rain harvesting. You know, there is no concrete structure. So whatever water comes, it's directly going into the field. So it will help us to recharge the water table here. നമ്മുടെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 84 വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഇപ്പം പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അവിടെ പെരിയാർ ടൈഗർ നോക്കി കഴിഞ്ഞാൽ ഒരു 330 വെറൈറ്റീസ് ആണ്. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ബേർഡിംഗ് പോപ്പുലേഷൻ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് വി ആർ ട്രൈങ് ടു പ്രൊമോട്ട് ഗ്രീൻ ടൂറിസം, അതായത് പറഞ്ഞാൽ കാർബൺ നെഗറ്റീവ്. ഇൻ ദ ഇയർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദ എമൗണ്ട് ഓഫ് കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ എമിറ്റ് ചെയ്യുന്നത് ദാറ്റ് വാല്യൂസ് എ ലോട്ട്. സോ ആക്ച്വലി ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. സോറി. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമ്പർ ഓഫ് ട്രീസ് വിൽ ബി മോർ. സോ നേറ്റീവ് ട്രീസ് ഉണ്ട്, അതേപോലെ ആയുർവേദിക് ട്രീസും നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ട്രീസ് ആർ പ്ലാന്റഡ് ബൈ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇറ്റ്സെൽഫ്. അത് ഒരു ഗ്രീൻ ടൂറിസം ഇനിഷ്യേറ്റീവിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്താണ്. നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു 5 കോട്ടേജേ ഉള്ളൂ. ഇറ്റ്സ് എ ഫാമിലി റൺ പ്രോപ്പർട്ടി. മൈ ഫാമിലി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ വെഞ്ചർ. സോ ഫാദർ ഫോറസ്റ്റിലായിരുന്നു. സോ ജനിച്ചും വളർന്നതെല്ലാം തേക്കടിയിൽ തന്നെയാണ്. സോ അങ്ങനെയാണ് ഈ വൈൽഡ് ലൈഫിലേക്കുള്ള ഇൻട്രസ്റ്റ് ആയതും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ പോയി ജോയിൻ ചെയ്തു. അതിൻ്റെ പാർട്ടാണ്. TV അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നില്ല. TV ഈസ് ആക്ച്വലി ന്യൂസൻസ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ 84 വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഒരു 3 to 4 സ്പീഷീസ് ഓഫ് ഔൾസ് ആർ നെസ്റ്റിംഗ് അറ്റ് നൈറ്റ് ടൈം. സോ നമുക്ക് അതുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാത്തത് കാരണം ഒരു എന്താ പറയുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഫോർ ദോസ് പീപ്പിൾ ഹു ലവ് ടു ബി എവേ ഫ്രം ദ ക്രൗഡ്. അത് നേച്ചറിനെ പറ്റി മനസ്സിലാക്കാനായിട്ടും നല്ല രീതിയിൽ എന്താ പറയുന്നത് കുറച്ച് പീസ്ഫുൾ ആയിട്ട് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ഫോർ ദോസ് പീപ്പിൾ ഹു ലവ് ടു ബി വിത്ത് ദ നേച്ചർ. ഇത് ഫാമിലി ആണെങ്കിലും ഇല്ല ബാച്ചിലേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ക്രൗഡാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടൊരു കോൺസെപ്റ്റ് അല്ല ഇവിടെ വരുന്നത്. ഇവൻ ക്യാമ്പ് ഫയർ ഏരിയ നോക്കി കഴിഞ്ഞാൽ അവിടെ മ്യൂസിക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ദേ ക്യാൻ ലിസൺ ടു ദ സ്ട്രീം നൈറ്റിലത്തെ സിക്കഡാസിൻ്റെ മ്യൂസിക്, ഹൂട്ടിംഗ് ഓഫ് ദ ഔൾസ് ദേ ക്യാൻ ഹിയർ, ദേ ക്യാൻ ചിറ്റ് ചാറ്റ് ഓൾ ഓവർ ദ പ്ലേസ്. അങ്ങനെയുള്ള രീതിയിലാണ്. സോ അതൊരു 4 പാമ്പുകളുണ്ടായിരുന്നു. ഇത് ആക്ച്വലി വാട്ടർ സ്നേക്സ് ആണ്. അതുങ്ങൾ കയറി വരുത്തൊന്നുമില്ല. അപ്പം ആദ്യം നമ്മൾ കുറേ മീനുകൾ ഇട്ടു. ഒരു 200 വെറൈറ്റീസ് നമ്പേഴ്സിൽ കരിമീൻ തൊട്ടുള്ളതിന് നമ്മൾ ഇട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എന്താണ് റെഡിമെയ്ഡ് ഫുഡ് ആയത് കാരണം സ്നേക്സ് ഓക്യുപ്പൈ ചെയ്തു. സോ അതുങ്ങൾ ഒരു ഹാംഫുൾ അല്ല. വാട്ടർ സ്നേക്ക് ചെക്കേറ്റ് കിൽ ബാക്ക് പോലത്തെയാണ്. സോ ഗസ്റ്റിന് സ്നേക്സ് എന്താണെന്ന് അടുത്ത് കാണാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആയി പോണ്ട് തന്നെ മാറുമായിരുന്നു. കാരണം നേച്ചർ ടുക്ക് ഓവർ. അത് കഴിഞ്ഞപ്പോൾ നമ്മളത് വിട്ടു. നേച്ചറിൻ്റെ ഇതിന് നമ്മൾ ആ പോണ്ടിനെ വിട്ടു കൊടുത്തിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് വി ആർ നോട്ട് എന്താണ് അതുങ്ങൾക്കൊരു ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യല്ല. ദേ ആർ ജസ്റ്റ് ഗോയിങ്. വി ആർ ജസ്റ്റ് 4 kilometers away from the jungle. പക്ഷേ നിങ്ങൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കംഫർട്ട് സോൺ ആൻഡ് എവറി ആനിമൽ ദാറ്റ് കംഫർട്ട് സോൺ മാറ്റേഴ്സ്. കാരണം സ്നേക്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സെൽഫ് ഡിഫെൻസ് ആണ് ബൈറ്റിങ്. അത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പാമ്പിനും
പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യാൻ പോലും അറിയില്ല. വി ആർ ജസ്റ്റ് ഹാവിങ് അൺനെസറി ഫിയർ ഓഫ് ദം. സോ മേ ബി നമ്മുടെ മീഡിയ അതിനെ വേറൊരു ഹൈപ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇഫ് യു ആർ ടേക്കിംഗ് എ റുട്ടീൻ പാത്ത്, നമ്മൾ നടക്കുന്ന പാത്ത് വേ ഉണ്ട്, ആ പാത്ത് വേ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നത്തിങ് ഈസ് ദ ഇഷ്യൂ. കാട്ടിലേക്ക് കയറാതിരുന്നാൽ മാത്രം മതി. കാരണം ദേ ആർ നോട്ട് യൂസ് ടു ദ ഹ്യൂമൻ പ്രസൻസ് ദെയർ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ള സൗകര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമോ? അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 5 കോട്ടേജസ് ആണുള്ളത്. ഒരു 3 ഇൻഡിപെൻഡൻറ്റ് കോട്ടേജും ഒരു 2 ബെഡ്റൂം കോട്ടേജും ആണ് വരുന്നത്. 2 ബെഡ്റൂം കോട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാതെ ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഓരോ സ്ട്രക്ചറിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കോട്ടേജാണിത്. കാനോപ്പി ഫീലിംഗ് വരുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫീലിംഗ് അല്ല, കാനോപ്പി തന്നെയാണ്. 3 കോട്ടേജും അതേപോലെ ഒരു 2 ബെഡ്റൂം കോട്ടേജുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ എക്കോ സ്റ്റേ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാനോപ്പി ഫീലിങ്ങിനെ കുറിച്ച് പറയുകയാണ്. സൂര്യപ്രകാശം ഏറ്റവും മുകളിലത്തെ മരങ്ങളിൽ നിന്ന് അടിച്ചിട്ട് അടുത്തതിൻ്റെ പിന്നെ ഒരുപാട് പൊക്കമില്ലാത്ത വേറെ മരങ്ങളും പിന്നെ താഴെ ഈ ഏലക്കാട് പോലത്തെ ഒരുപാട് പൊക്കമില്ലാത്ത ചെടികൾ പോലത്തെ പിന്നെ ഷ്രബ്സ്, അങ്ങനെ 4 ലെയേഴ്സ് വരുന്ന ഒരു കാനോപ്പി സിസ്റ്റമാണ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഈ ഒരു മരം കണ്ട, ഈ ഒരു പ്ലാവ് നിൽക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഓണറായ സുബീഷിൻ്റെ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ ആണ് ഇതിൻ്റെ താഴെവശം വരുന്നത്. അപ്പോൾ ഇത് നേച്ചറിനെ അത്രയും എക്കോസിസ്റ്റത്തെ തീരെ ഹർട്ട് ചെയ്യാത്ത ആ ഒരു കൺസെപ്റ്റിൽ ലിവിങ് എക്സാമ്പിൾ തന്നെയാണിത്. അപ്പോൾ എല്ലാ വർഷവും ഇതിൻ്റെ കൊമ്പ് മുറിച്ച് മാറ്റി അത് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൺസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ശരിക്കും ഒരു ആണി പോലും അടിക്കാതെയാണ് ഇവർ അത്രയും ഈ ഒരു ഹർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ.
ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ശരിക്കും കാട്ടിലെങ്ങനെയാണോ നമ്മൾ വന്യമൃഗങ്ങളിൽ നിന്നും അതേപോലെ ചൂട് കിട്ടാനുമായിട്ട് ചെയ്യുന്ന അതേ തീമിൽ തന്നെയാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ തന്നെ മുളമരം വെട്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സീറ്റിംഗ് ഏരിയയും പിന്നെ വെള്ളം ഒഴുകുന്ന സ്ഥലവും. അപ്പോൾ ചെറിയ വെള്ളം ഒഴുകുന്ന നാച്ചുറൽ, ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ അടുത്തറിഞ്ഞ് നേച്ചറിനെ കൂടുതൽ അറിയാനും, അപ്പോൾ ഇവിടെയുള്ള പലതരം വൃക്ഷങ്ങൾ, അതായത് കാട്ടിൽ നിൽക്കുന്ന പലതരം മരങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടുതൽ അടുത്തറിയാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മളതിനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ്. അപ്പോൾ മൺസൂൺ റിട്രീറ്റിലെ ഇന്നത്തെ വീഡിയോ എടുത്ത് തീരുകയാണ്. അപ്പോൾ താങ്ക് യു മിസ്റ്റർ സുബീഷ്, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ഹോസ്പിറ്റാലിറ്റി. മൈ പ്ലഷർ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.